നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ഇന്നത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് 29/6/2026 തിങ്കളാഴ്ചത്തെ റബ്ബർ വിലകളാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ദിവസേനയുള്ള റബ്ബർ വിലകൾ രാവിലെ 9 മണിക്ക് തന്നെ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നമുക്കൊട്ട് സമയം കളയാതെ ഇന്നത്തെ റബ്ബർ വില നോക്കാം. നിലമ്പൂരുള്ള കാർന്നോൻ വീണ്ടും നമുക്ക് കമൻറ്റ് ചെയ്തിരിക്കുന്നു. അവിടെ ഒരാഴ്ചയായിട്ട് മഴയില്ലെന്നാണ് അദ്ദേഹം കമൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് മഴ നമ്മുടെ റബ്ബറിന് കൊള്ളില്ല. അപ്പോൾ കൊല്ലം ജില്ലയിൽ പല ഭാഗത്തും എൻ്റെ നാട്ടിൽ മഴ കൂടുതലായിട്ട് പെയ്ത് റബ്ബർ മരത്തിൻ്റെ ഇല കൊഴിയാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ ഒരാഴ്ച ഒരു ഉണക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ ആ കുമിൾ രോഗം അല്പം കുറഞ്ഞു, ഇല കൊഴിച്ചിലും കുറഞ്ഞു. ഇപ്പോൾ വീണ്ടും മഴ ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. അപ്പോൾ മഴ അടഞ്ഞു പെയ്യുമ്പോഴാണ് നമ്മുടെ റബ്ബർ മരത്തിൻ്റെ ഇലയ്ക്ക് കേട് വരുന്നതും ഇല കൊഴിയുന്നതും ഉൽപ്പാദനത്തെ ബാധിക്കുന്നതും. അപ്പോൾ ഒരു ദിവസം മഴ പെയ്ത് 2 ദിവസം തോന്നിക്കുകയാണെങ്കിൽ നമ്മുടെ റബ്ബറിന് ഉൽപ്പാദനം വർദ്ധിക്കുകയും റബ്ബറിനുണ്ടാകുന്ന ഇലയുടെ കേടുപാടുകൾ മാറുകയും ചെയ്യുന്നു. വേറെ ആൾ നമ്മൾ കമൻറ്റിലൂടെ പറഞ്ഞു, അദ്ദേഹം ടാപ്പിംഗ് ചെയ്ത് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മഴ പെയ്തു എന്ന് പറയുന്നു. അപ്പോൾ റബ്ബറിന് കേടുണ്ടോ എന്ന് ചോദിക്കുന്നു. നമ്മൾ ടാപ്പിംഗ് ചെയ്ത് കഴിയുമ്പോൾ ആ റബ്ബർ മരത്തിൻ്റെ പാല് വീണ് തീരുന്ന ആ സമയം അതാണ്. ഇപ്പോൾ 105 മരമൊക്കെ ആണെങ്കിൽ നമ്മൾ ടാപ്പിംഗ് ആരംഭിക്കുന്ന സമയമൊക്കെ ആണെങ്കിൽ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് വീണ് കഴിയും. അപ്പോൾ കുറച്ച് കൂടെ പാലൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് 1/2 മണിക്കൂർ, പിന്നെ 1 മണിക്കൂർ. അപ്പോൾ ഒരു ടാപ്പിംഗ് കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞ് മഴ പെയ്യുകയാണെങ്കിൽ യാതൊരുവിധ കേടും റബ്ബറിനുണ്ടാവുകയില്ല. അപ്പോൾ പാല് വീണുകൊണ്ടിരിക്കുകയാണെങ്കിൽ എത്ര മഴ പെയ്തെന്ന് പറഞ്ഞാലും ആ പാല് വീണുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ അത് പാൽക്കുഴലുകൾ അടഞ്ഞു പോകാനായിട്ട് കാരണമാകുന്നുണ്ട്. വേറെ ആൾ നമ്മളോട് കമൻറ്റിലൂടെ ചോദിച്ചു, ഈ റബ്ബർ ഷീറ്റ് കൊടുക്കുമ്പോൾ കിട്ടുന്ന വിലയാണോ ലൂസിൻ്റെ വില? അല്ല, നമുക്ക് കിട്ടുന്ന വില എന്ന് പറയുന്നത് ഞാൻ പറയുന്ന വ്യാപാരി വില, അതാണ് നമുക്ക് കർഷകർക്ക് കിട്ടുന്ന വില. നമുക്ക് ഇന്നത്തെ റബ്ബർ വില നോക്കാം. റബ്ബർ വില കോട്ടയം RSS4 1 കിലോയ്ക്ക് 270 രൂപ, RSS 5-ന് 266 രൂപ, ISNA 20-ക്ക് 228 രൂപ, ലാറ്റക്സ് 60%-ന് 168 രൂപ 55 പൈസ, ലൂസിന് 256 രൂപ, ലോട്ടിന് 223 രൂപ മുതൽ 228 രൂപ വരെയും, ഒട്ടുപാൽ 80% DRC ഉള്ളതിന് 170 രൂപ, 60% DRC ഉള്ളതിന് 127 രൂപ 50 പൈസ. ഇതാണ് കോട്ടയത്തെ വിലകൾ. ഇനി നമുക്ക് കൊച്ചിയിലെ വിലകൾ നോക്കാം. RSS4 270 രൂപ, RSS 5 266 രൂപ. ഇതാണ് കൊച്ചിയിലെ വിലകൾ. ഇനി നമുക്ക് ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം. ഫീൽഡ് ലാറ്റക്സ് 230 രൂപ, 25% DRC ഉള്ളതിന് 11,500 രൂപ, 30% DRC ഉള്ളതിന് 13,800 രൂപ, 35% DRC ഉള്ളതിന് 16,100 രൂപ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം. വ്യാപാരി വില കോട്ടയം RSS4 1 കിലോയ്ക്ക് 262 രൂപ, RSS 5-ന് 258 രൂപ, ISS 216 രൂപ 50 പൈസ മുതൽ 217 രൂപ വരെയും, ഒട്ടുപാൽ ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് 143 രൂപ മുതൽ 154 രൂപ വരെയും. ഇതാണ് ഇന്നത്തെ റബ്ബറിൻ്റെ വിലകൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും